ഭാരതീയ പുരാണോതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ദശരഥൻ. ഇക്ഷ്വാകു വംശത്തിലെ അഹാമഹാരാജാവിന്റെയും ഇന്ദുമതി എന്ന രാജ്ഞിയുടെ പുത്രനും പിന്തുടർച്ചക്കാരനും അയോധ്യയിലെ രാജാവുമായിരുന്നു ദശരഥൻ. ദശരഥന്റെ യഥാർത്ഥ നാമം നേമി എന്നായിരുന്നു. രഥം ഏകകാലത്തിൽ 10 ദിക്കിലേക്കും അഭിമുഖമാക്കിക്കൊണ്ട് സാരഥ്യ വൈദഗ്ധ്യത്തോടുകൂടി സമരചാതുര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് ബ്രഹ്മാവിൽ നിന്നും ദശരഥൻ എന്ന പേര് ലഭിച്ചു. കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയായിരുന്നു ദശരഥന്റെ രാജധാനി. സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്തിരുന്നത്. രാമായണത്തിന്റെ പ്രധാന കഥാപാത്രമായ രാമന്റെ പിതാവ് കൂടിയാണ് ദശരഥൻ. ദശരഥന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നിങ്ങനെ 3 ഭാര്യമാരുണ്ടായിരുന്നു. ഇതിൽ കൗസല്യയിൽ ദശരഥന് രാമനും, കൈകേയിൽ പുത്രനായി ഭരതനും, സുമിത്രയിൽ പുത്രനായി ശത്രുഘ്നനും ലക്ഷ്മണനും അടക്കം 4 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ദശരഥന് കൗസല്യയിൽ ശാന്ത എന്ന ഒരു പുത്രിയും ഉണ്ടായിരുന്നു. ശാന്തയെ വിവാഹം കഴിച്ചത് ഋഷ്യസിംഹൻ എന്ന മുനികുമാരനായിരുന്നു. ഈ മുനികുമാരനാണ് അംഗരാജ്യത്ത് ലോമപാതത്തിനു വേണ്ടി മഴ പെയ്യിപ്പിച്ചതും ദശരഥ മഹാരാജാവിന് പുത്രഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി പുത്രകാമേഷ്ടി യാഗം കഴിച്ചതും.